സമീപകാലങ്ങളിലായി നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ എക്സ് മുസ്ലിങ്ങൾ എന്ന ടാഗോടുകൂടി അങ്ങനെയുള്ള കുറച്ച് ചാനലുകൾ അതേപോലെ തന്നെ വ്യക്തികളൊക്കെ മുന്നോട്ട് വരുന്നു. അവർ നിരന്തരം അവരുടെ ആകെയുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആണ്. ഓക്കെ, നിരന്തരം ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുക, മുസ്ലിങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അതുതന്നെയാണ് അവരുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ചാനലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ചില ആളുകളെങ്കിലും, ഇപ്പോൾ നമ്മളൊക്കെ ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അതിൽ ചില ആൾക്കാരെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ഇവർ പറയുന്നത് ശരിക്കും ശരിയാണോ? കാരണം എന്താ, ഇവർ ഖുർആനിലെ ആയത്തുകൾ പറയുന്നുണ്ട്, ഹദീസ് ഇന്ന ഹദീസിലുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്താൽ ആ ഹദീസ് അവിടെ ആ നമ്പറിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ന്യൂസ് ആർട്ടിക്കിൾസ് വെച്ചിട്ട് ഇന്ന ന്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഫലസ്തീനിൽ അങ്ങനെയാണ്, ഫലസ്തീൻ എന്ന് പറഞ്ഞ സംഭവമില്ല, അതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല അജണ്ടകൾ വെച്ച് സമൂഹങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കുന്ന, അതേപോലെ തന്നെ സമൂഹങ്ങളെ തമ്മിൽ അകറ്റുന്ന, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ മോശം, ലോകത്തേറ്റവും മോശം ഐഡിയോളജി ഇസ്ലാമാണ്, അതേപോലെ തന്നെ മുസ്ലിങ്ങളാണ് ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട വർഗ്ഗം എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ പേഴ്സണലി ഇത്തരം വിഷയങ്ങൾക്ക് ഇടപെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പേഴ്സണലി ബന്ധപ്പെടാറുണ്ട്. അതിൽ കൂടുതലും മുസ്ലിങ്ങളല്ലാത്ത ഇതര മതസ്ഥരായ ആളുകൾ, അവർ പല ആളുകളും വളരെ ആത്മാർത്ഥമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് എന്താണ് ശരി, സത്യാന്വേഷണവുമായി രംഗത്ത് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽ തന്നെ പ്രാഥമികമായ ഇസ്ലാമിക വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ എന്താണ് സംഭവം എന്നുള്ളത് ഹദീസ് ഖുർആൻ എന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേട്ടറിവ് എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമായൊരു വിദ്യാഭ്യാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. അവരൊക്കെ നമ്മളെ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ വളരെ ആത്മാർത്ഥമായി സത്യാന്വേഷണമാണ് എന്ന് മനസ്സിലാകുന്നവരോട് നമ്മൾക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മളവരോട് സംസാരിക്കാറും എൻഗേജ് ചെയ്യാറൊക്കെ ഉണ്ട്. അല്ലാത്ത വെറുതെ തർക്കിക്കാനൊക്കെ വരുന്ന ആൾക്കാരെ നമ്മളങ്ങനെ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും ഇതര മതസ്ഥരായ ആളുകൾ, ഇത്തരം ചില ആളുകളുടെ പ്രചാരണങ്ങൾ കൊണ്ട് മാത്രം ഇസ്ലാമിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് നമ്മൾക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ അന്വേഷിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് നമ്മളുടെയൊക്കെ പരിചയത്തിലുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കോണ്ടന്റുകൾ എന്താണ്, എക്സ് മുസ്ലിം കോണ്ടന്റുകൾ എന്താണ്, അതിൽ പൊതുവായി കാണുന്ന ഒരു രീതികൾ എങ്ങനെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളെ വളരെ ആത്മാർത്ഥമായി സത്വാന്വേഷണത്തിൻ്റെ ഭാഗമായി നിഷ്പക്ഷമായി പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആ നിലക്ക് കാണുന്ന പോസിറ്റീവായി അല്ലെങ്കിൽ കുറച്ചുകൂടി സത്യാന്വേഷണത്തിൻ്റെ മനസ്സോടുകൂടി കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അല്ലാത്തവർ ഈ വീഡിയോ ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത്, അല്ലേ? എന്ത് പറഞ്ഞാലും ചില ആൾക്കാരുടെ ഒരു പ്രശ്നം തന്നെ അതാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സംസാരം തുടങ്ങാനും ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു വിമർശനം പറയും, നമ്മളതിൻ്റെ സത്യാവസ്ഥ, ചരിത്രപരമായി അതിൻ്റെ കാരണം എന്നതാണ്, അല്ലെങ്കിൽ ഇന്ന ഒരു കോണ്ടക്സ്റ്റിലാണത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പം തന്നെ പറയുന്ന കുറച്ച് ടിപ്പിക്കൽ മറുപടികളുണ്ട്, കമൻറ്റുകളുണ്ട്. അതെന്ന് വെച്ചാൽ വെളുപ്പിക്കൽ. ഓക്കെ, വെളുപ്പിക്കലാണിത്, വെളുപ്പിക്കുന്നു, ഇസ്ലാമിനെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെയാണ് നമ്മൾ ആദ്യം ആ ഒരു വിഷയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആൾക്കെങ്കിലുള്ള സംശയമാണ്, അവർ കുറേ വിമർശനം പറയുന്നുണ്ടല്ലോ, നിങ്ങളതിന് മറുപടി പറയുമ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ചില ആളുകളെങ്കിലും പറയാറുള്ള ഒരു കാര്യം. അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു തത്വം, ഇറ്റാലിയൻ പ്രോഗ്രാമറായിട്ടുള്ള ആൽബർട്ടോ ബ്രണ്ടോളിനി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു തത്വമാണ് ബ്രണ്ടോളിനീസ് ലോ എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ബുൾഷിറ്റ് അസിമെട്രി പ്രിൻസിപ്പിൾ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ദ എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു റെഫ്യൂട്ട് ബുൾഷിറ്റ് ഈസ് എൻ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ബിഗർ ദാൻ ദാറ്റ് നീഡഡ് ടു പ്രൊഡ്യൂസ് ഇറ്റ്. സിമ്പിളായി ഇത്രയേ ഉള്ളൂ. ഒരു ബുൾഷിറ്റ് പറയാൻ, അല്ലെങ്കിൽ ഒരു അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യം പറയാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജിയുടെ എത്രയോ മാഗ്നിറ്റ്യൂഡ് അധികമായിരിക്കും നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സമയം എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം എടുക്കാം, ഇത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ള നിയമമൊന്നുമല്ല കേട്ടോ. ആൽബർട്ടോ ബ്രണ്ടോളിനി ഇസ്ലാമിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തത്വമൊന്നുമല്ല. നമുക്ക് ഏതൊരു വിഷയം എടുക്കാം, വളരെ ബ്ലണ്ടർ പറയാൻ, ഉദാഹരണത്തിന് ഗാന്ധിജി ഒരു മോശം മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഗാന്ധിജി എന്ന് പറയുന്നത് രാജ്യസ്നേഹമില്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് മുന്നോട്ട് വെക്കാൻ എനിക്ക് എത്ര സമയം വേണ്ടി വരിക? ഒരു 5 സെക്കൻഡ്, അല്ലേ? എന്നാൽ അതേ സമയത്ത് അത് ഭയങ്കര വൈറലാകുന്നു. ആ റീല് വൈറലായി കഴിഞ്ഞാൽ പിന്നെ അല്ല, ചരിത്രപരമായി ഗാന്ധിജി എന്തായിരുന്നു, എവിടെയായിരുന്നു പഠിച്ചത്, അദ്ദേഹം തിരിച്ചു വരാനുള്ള കാരണം എന്തായിരുന്നു, ആ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കെന്തായിരുന്നു, ഇതൊക്കെ വിശദീകരിക്കാൻ ചിലപ്പോൾ നമുക്കൊരു അരമണിക്കൂർ വേണ്ടി വരും. എനിക്ക് ആ ബുൾഷിറ്റ് പറയാൻ ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ മതിയാവും. പക്ഷേ അതിനെ റെഫ്യൂട്ട് ചെയ്യാൻ ചരിത്ര രേഖകളൊക്കെ വെച്ചിട്ട് പറയാൻ ചിലപ്പോൾ 30 മിനിറ്റ് എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കും, അല്ലേ? അവിടെ ചില ആൾക്കാർ ഇതിങ്ങനെ നോക്കിയിട്ട് പറയും, മറ്റൊരു ആകെ ഒരു 10 സെക്കൻഡേ പറഞ്ഞിട്ടുള്ളൂ, ഇവർക്കത് 30 സെക്കൻഡ് വിശദീകരിക്കേണ്ടി വരുമല്ലോ, വെളുപ്പിക്കലാണ്, ഗാന്ധിജി വെളുപ്പിക്കലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള മുൻധാരണകൾ വെച്ചിട്ടാണ് നിങ്ങൾ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി പോകാം എന്നാണ് പറയാനുള്ളത്. അതല്ല, കൃത്യമായി ഓരോന്നിൻ്റെയും വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ
അറിയണം എന്നതാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഈ വീഡിയോയിൽ പറയുന്ന ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിവ് സഹിതമാണ് നമ്മൾ പറയുന്നത്. ഓരോ വിഷയവും തെളിവ് സഹിതമാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡുള്ള ഒരു റീലിൽ, ഒരു ഷോർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടക്സ്റ്റും ഇല്ലാതെ ഒരു ആയത്തിനെക്കുറിച്ച് ഒരു ബ്ലണ്ടർ അടിച്ചിറക്കാം. പക്ഷേ നമുക്കതിനെ റെഫ്യൂട്ട് ചെയ്യണം. ചിലപ്പം അതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഏത് സമയത്താണ് അത് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ സബബുൻ നുസൂൽ വിശദീകരിക്കേണ്ടി വരും, അതിൻ്റെ ഭാഷ വിശദീകരിക്കേണ്ടി വരും, അതിൻ്റെ തഫ്സീറുകൾ, ഫിഖ്ഹി പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് വേണ്ടി വരും നമുക്കത് വിശദീകരിക്കാൻ. സ്വാഭാവികമായിട്ടും വിമർശനം പറയാൻ 30 സെക്കൻഡ് മതിയാവും, മറുപടി പറയാൻ ചിലപ്പം 30 മിനിറ്റ് വേണ്ടി വരും, അല്ലേ? അപ്പോൾ അവിടെയാണ് ഈ വെളുപ്പിക്കൽ എന്നുള്ള അത്തരമൊരു മുൻധാരണയോടുകൂടിയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സത്യം അറിയാൻ സാധ്യമല്ല. ഈ വിഷയത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ഒരു വിഷയത്തിലും അത് സാധ്യമല്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ ചാനലിൽ തന്നെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്, തെളിവ് സഹിതമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്ത് നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോസ് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താവുന്നതാണ്. ഞങ്ങൾ ഒരു ഉദാഹരണം എടുക്കാം. 90 സെക്കൻഡാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത നുണയൻ. അത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഞാൻ ചറപറ നുണ പറയും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ ആരോപിക്കല്ല കേട്ടോ. അപ്പോൾ എനിവേ, അങ്ങനെ സ്വയം പ്രഖ്യാപിത നുണയനായിട്ടുള്ള ആരിഫ് ഹുസൈൻ, അദ്ദേഹം 90 സെക്കൻഡാണ് അയാൾ പറയാൻ എടുത്തത്. ആ വിമർശനം എന്താണെന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിനെ ഏതൊരു പെണ്ണിനെ എന്ത് ചെയ്തു, സമീപിച്ചു എന്ന് വെച്ചാൽ മോശം ദുരുദ്ദേശത്തോടു കൂടി സമീപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ പെണ്ണ് എന്ത് ചെയ്തു, മുഹമ്മദ് നബി ആട്ടിവിട്ടു. അപ്പോൾ മുഹമ്മദ് നബി എന്ത് ചെയ്തു, കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. ഓക്കെ, ഇതാണ് വിമർശനം. ഈ വിമർശനം പറയാൻ എത്ര സെക്കൻഡ് അയാൾ എടുത്തത്? 90 സെക്കൻഡ്. നമ്മൾ ആ വിഷയം ഇപ്പം ഞങ്ങൾ ലൈവ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ സീരീസ്, ഒരു പ്ലേലിസ്റ്റ് ഞങ്ങളുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവരുടെ ഓരോ നുണകൾ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിച്ച് അതിന് മറുപടി പറയുന്ന സീരീസാണ്. ആ വീഡിയോയിൽ അതിൽ ഒന്നാമത്തെ നുണയായിട്ട് തന്നെ ഞങ്ങൾ എടുത്തത് ഈ വീഡിയോ ആണ്. ഇതിൽ 90 സെക്കൻഡാണ് ഇയാളുടെ സംസാരം. ഞങ്ങൾ അതിനെടുത്തത് 18 മിനിറ്റാണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ആ സംഭവം എന്താണ് എന്നറിയാൻ 4 ഹദീസുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, 4 ഹദീസുകൾ മാത്രമല്ല, അതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ബാക്കി ചരിത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ 4 ഹദീസുകളാണ് എടുത്തത്. ആ 4 ഹദീസും വായിച്ച് ഏതാണ് ആ സംഭവം എന്നുള്ളത് വിശദീകരിക്കാൻ ഞങ്ങൾക്ക് 18 മിനിറ്റാണ് എടുത്തത്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ ഒരു ബുൾഷിറ്റാണ് ഇയാൾ പറഞ്ഞത് എന്നുള്ളത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്ത, എന്ന് വെച്ചാൽ വിവാഹം ചെയ്ത ഭാര്യയെ സമീപിച്ചൊരു കാര്യമാണ്. പക്ഷേ ആ ഭാര്യയ്ക്ക് അതിൽ ഇഷ്ടമുണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്നാൽ ആ ഭാര്യയുടെ പിതാവാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അങ്ങനെ പെണ്ണിന് ഇഷ്ടമില്ലാത്ത വിവാഹം ഇസ്ലാമിൽ വാലിഡ് അല്ല, പെണ്ണിൻ്റെ കൺസെൻറ്റ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, ഏറ്റവും മാന്യമായി അവിടെ നിന്ന് ഇറങ്ങുകയും അവർക്കുള്ളൊരു പാരിതോഷികങ്ങളടക്കം ഗിഫ്റ്റുകളടക്കം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അവരെ വിടുകയാണ്. ഇതാണ് സംഭവിച്ചത്. എന്നുവെച്ചാൽ ഭാര്യയെ സമീപിച്ചൊരു കാര്യമാണ്, ഏതോ പെണ്ണിനെ സമീപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 90 സെക്കൻഡിൽ അട്ടർ ബുൾഷിറ്റ് പറഞ്ഞു. നമുക്കത് അതിൻ്റെ 4 ഹദീസുകൾ എടുത്തുകൊണ്ട് ആ സംഭവം കൃത്യമായി തെളിവുകൾ സഹിതം പറയാൻ ഞങ്ങൾക്ക് 18 മിനിറ്റ് എടുത്തു. ഇത് മാത്രമല്ല, ഇതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് സെക്ഷനിലുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ശേഷം ഞങ്ങളിത് പൊളിച്ചു കൊടുത്തപ്പം ഇത്തരം ആളുകളൊക്കെ ഇളകി. ഈ വ്യക്തി മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇളകി. അവരൊക്കെ കൂടി അങ്ങോട്ട് വല്ലാതെ ഇളകി എന്തൊക്കെ തെളിയിക്കാൻ ശ്രമിച്ചു. അതിന് അവർ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ശ്രമിച്ചു. ഞങ്ങളതിന് മറുപടി പറഞ്ഞു. തകർന്നു വീടുന്ന നാസ്തികൻ നുണക്കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ 43 മിനിറ്റ് എടുത്തിട്ടാണ് അവർ പറഞ്ഞ, ഇതിനെ തുടർന്ന് അവർ പറഞ്ഞ നുണകൾ പൊളിച്ചത്. അതിനുശേഷം വീണ്ടും അവർ ലൈവ് വെക്കുന്നു. ഈ ആരിഫും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ലൈവ് വെക്കുന്നു. ഞങ്ങൾക്ക് അതിനുവേണ്ടി നുണ നമ്പർ 2 വൈജ്ഞാനിക കീഴടങ്ങൽ പ്രഖ്യാപിക്കുന്ന മതവിരോധികൾ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മളതിന് മറുപടി കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മുടെ വീഡിയോസിൽ അതിൻ്റെ എല്ലാ തെളിവുകളും ഉള്ളതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം കാണിക്കാത്തത്. അവസാനം ഇത് വിവാഹം ചെയ്ത സ്ത്രീ തന്നെയാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ നുണ പറഞ്ഞ ആൾക്കാർ തന്നെ ഇത് വിവാഹം ചെയ്ത സ്ത്രീയാണ്. ആദ്യം എന്താ പറഞ്ഞത്, ഏതോ പെണ്ണിനെ സമീപിച്ചു, ആ പാട്ടി വിട്ടു, ഇത് വിവാഹം ചെയ്ത് തന്നെ. എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് നുണകൾ കൂടിയത് മുത്തലാ കല്യാണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി ഓക്കെ, നമ്മൾ മുത്തലാ കല്യാണം അല്ല കേട്ടോ, അങ്ങനെ ഒരു തെളിവുമില്ല. ഇനി മുത്തലാ കല്യാണമാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കുക. എന്നാൽ പോലും അവർ ആദ്യം പറഞ്ഞ നുണ അത്ര വലിയ നുണ ആലോചിച്ച് നോക്കിയേ. കല്യാണം കഴിഞ്ഞ സ്ത്രീയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, അത് ഇവർ സമ്മതിച്ചു. അത് സമ്മതിക്കുന്ന വീഡിയോകളടക്കം നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെരുന്നുണകൾ കയ്യോടെ പിടികൂടുന്നു പറഞ്ഞിട്ട് 2 മണിക്കൂറോളം വരുന്ന ലൈവ് നമ്മൾ വെച്ചു. എന്നിട്ട് അവരെ സംവാദത്തിനടക്കം ക്ഷണിച്ചു. ലൈവായി നിങ്ങൾക്കിപ്പോൾ ഈ ലൈവിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് വഴി എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ കടന്നു വരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈവ് സംവാദം വരെ വെച്ചു. അവർ സംവാദത്തിനൊന്നും തയ്യാറായിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു നുണ 90 സെക്കൻഡുള്ളൊരു നുണയാണിത്.
അത് പൊളിച്ചു കൊടുക്കാൻ അതിൻ്റെ ഹദീസുകൾ വെച്ച് പൊളിക്കാൻ 18 മിനിറ്റാണ് എടുത്തത്. പിന്നെ അതിൻ്റെ മേലെ അവർ വേറെ നുണകൾ പറഞ്ഞപ്പോൾ അത് 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അത് പിന്നെ പൊളിച്ച് കൈ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവസാനം അവർക്കത് സമ്മതിക്കേണ്ടി വന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മുടെ വീഡിയോകൾ അത് കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് അടക്കമാണെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അവസാനം അവർ സമ്മതിച്ചു, കല്യാണം കഴിഞ്ഞതാണ്, നിക്കാഹ് കഴിഞ്ഞതാണ് എന്ന് അവർ സമ്മതിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് സമ്മതിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇത്രയും പിന്നെ എഫേർട്ട് ഇടേണ്ടി വന്നു. 3 ലൈവുകളും ഒരു വീഡിയോയും ചെയ്യേണ്ടി വന്നു ഇവരെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാൻ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഞങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ആൾക്കാരെന്താ വെച്ചാൽ 90 സെക്കൻഡിൽ അയാൾ പറഞ്ഞാൽ നുണയും ആൾക്കാർ പലപ്പോഴും വിശ്വസിച്ച് പോകും അല്ലേ. ആൾക്കാർ പലപ്പോഴും അത് ഫാക്ട് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇയാൾ പറയുന്ന ഹദീസ് അതിൻ്റെ സന്ദർഭം പറയുന്ന മറ്റ് ഹദീസുകൾ ഏതൊക്കെയാണെന്ന് അങ്ങനെ ആ നിലക്ക് പരിശോധിക്കാൻ പല ആളുകൾക്കും സമയം കിട്ടിയെന്ന് വരില്ല. ഇതാണ് സംഭവിക്കുന്നത്. നുണ പറയാൻ 90 സെക്കൻഡും നമ്മളത് പൊളിച്ച് അവരെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കാൻ എത്ര സമയം എടുത്തു എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇതൊരു ഉദാഹരണം അല്ലേ. വേറൊരു ഉദാഹരണം ഞാൻ കാണിക്കാം. ഈ ജാമിദ എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രം, അത് 90 സെക്കൻഡാണ്. ഇത് സ്ഥിരമായി ജാമിദ മാത്രമൊന്നുമല്ല കേട്ടോ, ആരിഫും അങ്ങനെയുള്ള എല്ലാ ഇത്തരത്തിലുള്ള ഉറപ്പുൽപാദകരും സ്ഥിരമായിട്ട് പറയുന്നതാണ്. ഖുർആനിൽ അവിശ്വാസികളെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പറയുന്നൊരു സാധനം. ഇത് 50 സെക്കൻഡ് കൊണ്ടാണ് ഈ നുണ പറഞ്ഞത്. 50 സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ, ഇത് വെറും ഈ നുണ മാത്രമല്ല, ഇതിനെ തുടർന്നിട്ട് വേറെ കുറച്ച് ആൾക്കാർ എന്നിട്ട് എന്ത് പറഞ്ഞു, ഇത് ഞങ്ങൾ പറഞ്ഞു അത് കൃത്യമായ ഒരു കരാർ ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യുദ്ധസമാന സാഹചര്യത്തിലുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ സലഫികളുടെ മുജാഹിദുകളുടെ തഫ്സീറിൽ മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നുണയെ വീണ്ടും പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരം ആളുകൾ വന്നപ്പോൾ ഞങ്ങൾ ആ ഓരോ കാര്യങ്ങളും എടുത്ത് വിശദീകരിക്കാൻ ഞങ്ങൾക്കെടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 8ാം നമ്പറായിട്ട് ഞങ്ങൾ ചെയ്ത ലൈവ് എക്സ്പോസ്ഡ് വീഡിയോ ആണ്. 38 മിനിറ്റാണ്. എന്തിനാ 38 മിനിറ്റ് എടുത്തെന്ന് അറിയോ? ഈ ആയത്ത് അതിൻ്റെ അപ്പുറം ഇപ്പുറം വായിച്ചാൽ തന്നെ ഇതിൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഞങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 തഫ്സീറുകൾ കൊണ്ടുവന്നു. ഇവർ പറഞ്ഞു മുജാഹിദുകളുടെ തഫ്സീറിൽ മാത്രമാണ് അങ്ങനെയുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മുജാഹിദുകളുടെയും സുന്നികളുടെയും തഫ്സീർ ഇവിടെ കൊണ്ടുവന്നു. ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആ 2 തഫ്സീറും നേരിട്ട് എന്തെങ്കിലും ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രമല്ല നേരിട്ട് എടുത്ത് വായിച്ച് കാണിച്ചു കൊടുത്തു. മുജാഹിദുകളുടെ തഫ്സീറിലും വലിയ ഖാദിയുടെ എന്ന് വെച്ചാൽ സമസ്ത അംഗീകരിക്കുന്ന സുന്നികളുടെ തഫ്സീറുകളിലും അതേ കാര്യം തന്നെ ഉള്ളത്. പച്ച നുണ പറയാൻ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് തെളിയിക്കാൻ ഞങ്ങൾക്ക് 2 തഫ്സീറും സംഘടിപ്പിച്ച് ഇവിടെ വന്ന് നേരിട്ട് അത് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കേണ്ടി വന്നു. അതിന് ഞങ്ങൾക്കെടുത്തത് 38 മിനിറ്റാണ്. നുണ പറയാൻ വെറും 50 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ. ഇത് വേറൊരു ഉദാഹരണം. അതേപോലെ തന്നെയാണ് വേറൊന്ന് ബനു ഖുറൈലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് അല്ലേ. അവർ പറ്റിയൊരു കരാറില്ല, അത് പറയാനൊരു 45 സെക്കൻഡാണ് എടുത്തത്. അത് കരാറ് കൃത്യമായി തബരിയിൽ നിന്ന് ആ കരാറുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ, അതേപോലെ തന്നെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത്തരത്തിൽ ബനു ഖുറൈലയുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് എടുത്തത് 18 മിനിറ്റാണ്. ഞാനിത് പറഞ്ഞത് വെച്ചാൽ ഇങ്ങനെ ഇവർക്ക് ഈ നുണകൾ പറയാൻ വെറും സെക്കൻഡുകൾ മതിയാവും. ഞങ്ങളത് കൃത്യമായിട്ട് തബരി ഉദ്ധരിക്കുന്നു, ഹദീസുകൾ ഓരോന്നും ഉദ്ധരിക്കുന്നു. ഞങ്ങളതിങ്ങനെ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരുപാട് 100 കണക്കിന് അത്തരത്തിലുള്ള പിന്നെ തെളിവുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഹദീസുകളിലും തഫ്സീറുകളിലും അതേപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ സീറകളിലൊക്കെ ആർക്കും ഇസ്ലാമിക ചരിത്രത്തിൽ ഒരാൾക്ക് പോലും സംശയമില്ലാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ ബനു ഖുറൈലയുമായിട്ട് കരാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ അത് പറയാൻ കരാറുണ്ടായിരുന്നില്ല. കരാറുണ്ട് എന്ന് തെളിയിക്കാൻ എത്രയോ എവിഡൻസുകളുണ്ട്. അത് നമ്മൾ കുറച്ച് എവിഡൻസുകൾ മാത്രം എടുത്തിട്ട് നമ്മൾ 18 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മളത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഇത്രയും ഏതൊരു ഇസ്ലാമിക ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് മിനിമം ധാരണ ഉള്ളവർക്കൊക്കെ ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവരിങ്ങനെ ഈ രൂപത്തിൽ കളവുകൾ പറയുമ്പോൾ, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം പറയാൻ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചരിത്രം പറയേണ്ടി വരും, അതിൻ്റെ കണ്ടക്സ്റ്റ് പറയേണ്ടി വരും, അതിൻ്റെ തഫ്സീറുകൾ എടുക്കേണ്ടി വരും, പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ എടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമുക്കത് എന്ത് ചെയ്യേണ്ടി വരും, വിശദീകരിക്കേണ്ടി വരും. വിശദീകരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് എന്തില്ല, അതൊന്നും കേൾക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് 15 സെക്കൻഡിൽ ഉന്നയിച്ച ആരോപണത്തിന് 15 സെക്കൻഡ് തന്നെ മറുപടി വേണം എന്ന രൂപത്തിൽ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർന്നതല്ല സത്യാന്വേഷണം എന്നുള്ളതാണ് തുടക്കത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിനോട് ചേർന്നുകൊണ്ട് ഈ അസിമെട്രി പ്രിൻസിപ്പളിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ കൂടിയാണ്. ഇത്തരം ആളുകളുടെ വീഡിയോകൾ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും പരിഹാസവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റണമെന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കും. ഓക്കെ, കുറച്ച് ക്വാളിറ്റിയുള്ള കോണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്താൽ മതിയാവും ശരിക്കും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. സത്യാന്വേഷണം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അതിൻ്റെ പ്രൈമറി സോഴ്സുകളിലേക്ക് പോകുക, അന്വേഷിക്കുക. അല്ലാതെ ഇത്തരം വെറുപ്പ് വീഡിയോകൾ കണ്ടിരിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ 2 തത്വങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് ഗിഷ് ഗാലോപ്പ് എന്നുള്ളതാണ്. അതായത് ഒരേ സമയം ധാരാളം ആരോപണങ്ങൾ വേഗത്തിൽ നിരത്തുന്നൊരു ടെക്നിക്കാണ് ഈ ഗിഷ് ഗാലോപ്പ് എന്ന് പറഞ്ഞാൽ. ഓരോന്നിനും റിഫ്യൂട്ട് ചെയ്യാൻ സമയമെടുക്കും അല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെന്താ ചെയ്യുക വെച്ചാൽ ഒറ്റ ഇരുപ്പിന് 1 മിനിറ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 5 ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. 5 ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും.
ആ 5 ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും വളരെ കൃത്യമായി കണ്ടക്സ്റ്റുള്ള സാധനമായിരിക്കും. പക്ഷേ ആ 5 കാര്യങ്ങളും വിശദീകരിക്കാൻ ചിലപ്പോൾ എന്ത് വേണ്ടി വരും, ഓരോന്നിനും ഒരു 10 മിനിറ്റ് വീതെങ്കിലും മിനിമം വേണ്ടി വരും. പക്ഷേ ഇവരെന്താ ചെയ്യുക, ഒരു മിനിറ്റിൽ 5 ആരോപണങ്ങളിട്ട് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾക്കുള്ള ഒരു പെർസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത്ര ആരോപണങ്ങൾ ഉണ്ടെങ്കിലോ ഏതെങ്കിലുമൊക്കെ ശരിയായിരിക്കും. നമുക്ക് ഒന്നാലോചിച്ച് നോക്കുക, നമ്മളുടെ ചാനലിൽ ലൈ എക്സ്പോസ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ നുണകളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ സഹതാപാണ് ഞങ്ങൾക്ക് തോന്നിയത്. കണ്ടു ഇവർ 100 കണക്കിന് വീഡിയോ ഇടുന്നുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ പിന്നെ ഇത്ര നുണകളല്ലേ പിടിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പം കാണുന്ന വീഡിയോസാണ് നുണകളായിട്ട് ഞങ്ങൾ ഇടുന്നത്. അതിൽ കൂടുതൽ എഫേർട്ട് ഞങ്ങൾ ഇടാറില്ല. അപ്പം എന്നിട്ട് പോലും അത്രയും നുണകൾ ലിസ്റ്റ് ചെയ്തിട്ടും അപ്പം ബാക്കിയുള്ളതൊക്കെ സത്യമാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതാണ് ആൾക്കാരുടെ ചിന്തയുടെ രൂപമാണ്. ഇതാണ് ഇവർ മുതലെടുക്കുന്നത്. കുറേ ആരോപണമായിട്ട് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ശരി ഉണ്ടാവുമായിരിക്കും. ഈ ഒരു ചിന്ത യഥാർത്ഥത്തിൽ അതിനാണ് ഗിഷ് ഗാലപ്പ് എന്ന് പറയുന്നത്. ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കുറേ തോന്നക്കങ്ങൾ വിളിച്ചു പറയാം അല്ലേ, ഒരു നറേഷൻ ഉണ്ടാക്കിയിട്ട് തോന്നൊക്കെ വിളിച്ചു പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് കുറേ ആകുമ്പോൾ അതിന് പലതിനും മറുപടികൾ പറഞ്ഞിട്ടുണ്ടാവും. ആ മറുപടികൾ അടക്കം കേൾക്കുന്നവർക്ക് കൺവിൻസ്ഡും ആയിരിക്കും. പക്ഷേ എന്നാൽ പോലും ഇത്രയും ആരോപണം ഉണ്ടെങ്കിൽ കുറേയൊക്കെ ശരിയുണ്ടാവുമല്ലോ എന്നൊരു ചിന്ത. അതേപോലെ തന്നെയാണ് അസിമെട്രി ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതായത് ഇവരെ അവതരിപ്പിക്കുക ഭയങ്കര കോൺഫിഡൻസിലായിരിക്കും. കാരണം ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർ പലപ്പോഴും ഈ ലാംഗ്വേജ് അല്ല ഉപയോഗിക്കുക അല്ലേ, കുറച്ചുകൂടി ന്യൂആൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ജിങ് ലാംഗ്വേജാണ്. കുറച്ച് ധാരണയുള്ള ആൾക്കാർ, അതായത് ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അക്കാദമിക്കായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന അക്കാദമിക പണ്ഡിതന്മാരുണ്ട്. അവരുടെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി അത് നോക്കണം എന്നല്ല, ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കേട്ട് നോക്കുക. അതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ച ആൾക്കാർ അവർ സംസാരിക്കുന്നത് വെച്ചാൽ ഇതിന് ഇന്ന കണ്ടക്സ്റ്റൊക്കെ ഉണ്ട്, എന്നാലും അതിനോട് ഹിസ്റ്റോറിക്കലി ഞങ്ങൾക്ക് ഇന്ന വിയോജിപ്പുണ്ട്, അത് ഇന്നതാവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കും അവർക്ക് കാണാം. പക്ഷേ ഈ ടൈപ്പ് ആൾക്കാർ അങ്ങനെയൊന്നല്ല. അവരുറപ്പാണ് ഇത് ഇന്ന തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, ഈ ലൈ എക്സ്പോസിൽ അടക്കം എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മൃഗഭോഗം ഇസ്ലാമിൽ തെറ്റല്ല. മൃഗഭോഗം ഇസ്ലാമിൽ തെറ്റല്ല, ഇസ്ലാമിൽ ശിക്ഷയില്ല. ഇത് കേട്ടാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും അല്ലേ. ഒന്നാലോചിച്ച് നോക്കുക, ഒരു ഇസ്ലാമിൻ്റെ ഒരു പ്രാഥമിക ധാരണയെങ്കിലും ഒന്നും വേണ്ട ഒരു മദ്രസൻ്റെ വരാന്തയിലൂടെയെങ്കിലും നടന്നു പോയ ഒരാൾ ഒരിക്കലും ഇത് ഇസ്ലാമിലുണ്ടെന്ന് പറയില്ല. പക്ഷേ ഇവരിത് ഭയങ്കര കോൺഫിഡൻസിലാണ് പറയുക. എനിക്ക് ഉറപ്പാണ്, അത്രയും കോൺഫിഡൻസിലാണ് പറയുക, ഇസ്ലാമിൽ മൃഗഭോഗം ഹറാമല്ല, എനിക്ക് തെളിവുണ്ട് എന്നാണ് പറയുക. എന്താ തെളിവ്? ഇവരിൽപ്പെട്ട ഒരാൾ കാണിച്ച തെളിവാണ്. എന്താ വെച്ചാൽ ഫിഖ് ഗ്രന്ഥമാണ്. അതായത് ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു രീതി അറിയുന്നവർക്ക് ഇത് കണ്ട ചിരി വരും. സംബന്ധിച്ചാൽ കർമ്മശാസ്ത്രത്തിൽ ഓരോന്നിനും ടെക്നിക്കൽ ടേംസിന് അതിൻ്റെതായ ഡെഫിനിഷൻസ് ഉണ്ടാവും. അത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ മാത്രമല്ല, എവിടെയാണെങ്കിലും ഏതൊരു കാര്യവും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുക. അപ്പം എന്താണ് വ്യഭിചാരം? ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കർമ്മശാസ്ത്ര ധാരകൾ അതിനെടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ യോനിയിലേക്ക് പുരുഷൻ്റെ ലിംഗം പ്രവേശിക്കുക, ഇതാണ് വ്യഭിചാരം. ആസ് ഇറ്റ് സെൽഫ് വ്യഭിചാരമാവുക. അത് രണ്ടുപേരും മനുഷ്യനായിരിക്കണം, മനുഷ്യന്മാർ തമ്മിലുള്ള ഈ കാര്യത്തിനാണ് വ്യഭിചാരം എന്ന് പറയാം. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? വ്യഭിചാരം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്താൽ, വ്യഭിചാരം എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്താൽ അതിനുള്ള ശിക്ഷകളുണ്ടാവും, അതിൻ്റെ പ്രായശ്ചിത്തങ്ങളുണ്ടാവും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ബാധകമാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഡെഫിനിഷനിൽ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ചെയ്യേണ്ടത്. എന്നാൽ മൃഗഭോഗം എന്ന് പറയുന്നത് എന്താ? ഒരു മനുഷ്യൻ ഒരു മൃഗവുമായി നടത്തുന്ന ലൈംഗിക ബന്ധമാണ്. അതെന്തയില്ല, ഈ പറഞ്ഞ ടെക്നിക്കൽ ഡെഫിനേഷൻ്റെ അകത്തേക്ക് പെടൂല. അതുകൊണ്ട് തന്നെ മൃഗഭോഗത്തിന് എന്തല്ല, വ്യഭിചാരത്തിൻ്റെ ശിക്ഷയല്ല ഉള്ളത്, അതിനേക്കാൾ വലിയ ശിക്ഷയാണെന്നുള്ളതാണ്. മൃഗഭോഗം നടത്തിയ ആളെ കൊല്ലുക എന്നുള്ളതാണ് ശിക്ഷ. അത്രയും നീചമായൊരു പ്രവൃത്തിയാണത്. അതിനത്രയും വലിയ ഒരു ശിക്ഷയാണ് ഇസ്ലാമിക ക്രിമിനൽ ലോയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ഇനി ഞാൻ അതിലേക്കല്ല പോകുന്നത്. അപ്പം ഒരാളുടെ കർമ്മശാസ്ത്ര ഒരു പുസ്തകം വായിച്ചിട്ട് അയാൾ ഇങ്ങനെ മൃഗഭോഗത്തിന് വ്യഭിചാരത്തിൻ്റെ ശിക്ഷയല്ല, അപ്പം തെളിവ് കിട്ടിപ്പോയി, ഇസ്ലാമിൽ മൃഗഭോഗം ഹലാലാകുന്നു. അടുത്ത വീഡിയോ ആണ്. കാരണം അത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം അത് അത്രയും ഉറപ്പുള്ള തെളിവല്ല കിട്ടിയിട്ടുള്ളത്. അത്രയും ഉറപ്പിച്ചിട്ടാണ് പറയുന്നത് മൃഗഭോഗം. സംഭവം ഇത്രേ ഉള്ളൂ. ഇത് ഫിഖിൻ്റെ ബേസിക് അറിയുന്നവർക്ക് ഇത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ മദ്രസയിലെങ്കിലും പോയ ആളുകൾക്കറിയാം. ഓരോന്നിനും അതിൻ്റെ ഡെഫിനേഷൻ വെച്ചാൽ ഇസ്ലാമിൽ മൃഗഭോഗം എന്ന് പറയുന്നത് വ്യഭിചാരം എന്നുള്ള കാറ്റഗറിയിലല്ല പെടുക, മറിച്ച് അതിനേക്കാൾ നീചമായ പ്രവൃത്തിയാണ്, അതിന് അത്രയും ഭീകരമായ ശിക്ഷയാണ് ഉള്ളത് എന്നുള്ളതാണ് വരിക. പക്ഷേ അത് മനസ്സിലാക്കാൻ ഫിഖിൻ്റെ ഒരു ബാലപാഠം അറിയണ്ടേ? അതൊന്നും ഇല്ലാത്ത ആൾക്കാർ ഭയങ്കര കോൺഫിഡൻസിൽ പറയും. ഒരു ന്യൂആൻസ്ഡ് ആയ ലാംഗ്വേജോ ഹെഡ്ജിങ് ലാംഗ്വേജോ ഒന്നും ഉപയോഗിക്കില്ല. അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കും. ആ കോൺഫിഡൻസ് കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, കണ്ടോ ഇവരുടെ കോൺഫിഡൻസ് കണ്ടോ, ഇവർ അത്രയും പഠിച്ചിട്ടാണ് പറയുന്നത്, ഇവരുടെ തെളിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ കോൺഫിഡൻസിനെ നോളജായി തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ് അസിമെട്രി ഓഫ് കോൺഫിഡൻസ് എന്നുള്ള ഒരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇത്തരം വീഡിയോകൾ ഈ
ഒരു ബേസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരുടെ വീഡിയോകളിൽ പൊതുവെ കാണുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ഇവർ ചെയ്യുന്ന ഉടായ്പകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം ചെറി പിക്കിങ്, അതായത് അനുകൂലമല്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കി തിരഞ്ഞെടുത്തത് മാത്രം കാണിക്കുക എന്നുള്ളത്. അതായത് ഇവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടാവും, അത് മാത്രം. അതാണ് ഈ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഇവർ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യം അതാണ്. ഇവർക്ക് വേണ്ട സാധനം മാത്രം എടുക്കും. അതാണ് നേരത്തെ ഈ പറഞ്ഞ മൃഗഭോഗം, ശവഭോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിന് നേരെ വരുന്ന ആൾക്കാർ. കാരണം ഇസ്ലാമിൽ ഇത്തരം വിഷയങ്ങളൊക്കെ എത്രത്തോളം ഗൗരവകരമായിട്ടാണ് പഠിപ്പിച്ചതെന്നുള്ളത് ഒന്ന് മൊത്തത്തിൽ ഇസ്ലാമിനെടുത്ത് പഠിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവരെന്ത് ചെയ്യും, ഒറ്റ ഒരു സംഭവം മാത്രം എടുക്കും, എന്നിട്ട് ഇതിൽ വ്യഭിചാരത്തിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആലോചിച്ച് വ്യഭിചാരം അല്ലാത്തതെല്ലാം ഇസ്ലാമിൽ ഹലാലാണ്. കൊലപാതകം നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ, കൊലപാതകം വ്യഭിചാരത്തിൽപ്പെട്ടതല്ല, അല്ലെങ്കിൽ കൊലപാതകത്തിന് വ്യഭിചാരത്തിൻ്റെ ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കൊലപാതകം എന്ന് പറഞ്ഞാൽ വേറൊരു ക്രൈമാണ്, അതിന് വ്യഭിചാരം എന്ന് പറയുന്ന ടെക്നിക്കൽ ടേമിൽ അത് വിടൂല, അത് വേറെ സാധനമാണ്, അത്രേ ഉള്ളൂ. ഇത് കാണിച്ചിട്ട് ഒരാൾ കണ്ടോ ഇസ്ലാമിൽ കൊലപാതകം ഹലാലാകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? കൊലപാതകം വേറെയാണ്, അതിന് വേറെ ശിക്ഷയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഇവർക്ക് പൊതുവെ കഴിയില്ല. അതേപോലെ തന്നെയാണ് കണ്ടക്സ്റ്റ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. ഭാഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം അതിനെ മൊത്തത്തിൽ നീക്കം ചെയ്തുകൊണ്ട് ഉദ്ധരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഇവർ ചെയ്യുന്നൊരു കാര്യം. അതേപോലെ തന്നെയാണ് മോക്കറി അല്ലെങ്കിൽ റെഡിക്യൂൾ എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റ്, എന്തെങ്കിലും ഒരു കൃത്യമായൊരു ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കുന്നതിന് പകരം ഒരു പരിഹസിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, പേരുകൾ വിളിച്ചുകൊണ്ട്, അത്തരത്തിലുള്ള വംശീയമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ അറിയാലോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്ഥിരമായി ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന കുറച്ച് ആൾക്കാർ കണ്ടോ ഇവർ ഭയങ്കര മറ്റുള്ളവരെ അടിച്ചിരുത്തി അല്ലേ, തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറയുന്ന കുറച്ച് ഈ വാചകങ്ങൾ അതിൻ്റെ കൂടെ കിട്ടും. ഇത് മാത്രമാണ് ഇവരുടെ കണ്ടൻറ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെയാണ് ഇമോഷണൽ സ്റ്റോറി ടെല്ലിങ്. ഇവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ഇവർ ഇമോഷണലായിട്ട് കുറച്ച് സ്റ്റോറീസ് ഉണ്ടാവും, അതിങ്ങനെ പറയുക, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന്. അതേപോലെ തന്നെയാണ് അതിൻ്റെ കൂടെ ഉള്ളതാണ് അതോറിറ്റി വയ എക്സ് അല്ലേ, എക്സ് ആയതുകൊണ്ട് ഞാൻ മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നല്ല ശരിയാണ്. തീർച്ചയായും ഒരു മുസ്ലിം ആയിരുന്ന ഒരാൾക്ക് കൃത്യമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആർഗ്യുമെൻറ്റുകൾ മുന്നോട്ട് വെക്കാം. ആ ആർഗ്യുമെൻറ്റുകൾക്കാണ് വാലിഡിറ്റി. അല്ലാതെ അയാൾ മുസ്ലിം ആയിരുന്നു, ഓക്കെ അയാൾ മുസ്ലിം ആയിരുന്നു അതുകൊണ്ടെന്താ, ഇറ്റ് ഡസൻ ഗിവ് എനി വാല്യൂ അഡീഷൻ അല്ലേ. ഒരാൾ മുസ്ലിം ആയിരുന്നു ആയിക്കോട്ടെ, ഒരാൾ ഹിന്ദു ആയിരുന്നു ആയിക്കോട്ടെ, അതൊരു വാല്യൂ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇത് ഈ വിഷയത്തിൽ ശരി എന്ന് പറയുന്ന ഒരു, ഞാൻ അനുഭവിച്ചതാണ് ശരിയായ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രൂപത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെയുള്ളത് സ്ഥിരം കാര്യം സ്ട്രോമാൻ അല്ലേ, ഏതെങ്കിലും ഫ്രിഞ്ച് ആയിട്ടുള്ള വേർഷനെ മെയിൻ സ്ട്രീം ആയിട്ട് അവതരിപ്പിക്കുക. ഇത് സ്ഥിരം ചെയ്യുന്നത് IS ആണ് ഇസ്ലാം, അതേപോലെ തന്നെ ലഷ്കർ-e തൊയ്ബയാണ് ഇസ്ലാം എന്ന് അവരായിട്ട്. എന്നുവെച്ചാൽ ഇസ്ലാമിൽ മുസ്ലിങ്ങളിൽ ഒരു 0.0001% പോലും പിന്തുണയില്ലാത്ത ആൾക്കാരാണ് ഈ ചങ്ങായിമാർ. അവരാണ് മെയിൻ ഇസ്ലാം. ഈ പറഞ്ഞ ബാക്കി 99.999% മനസ്സിലാക്കുന്ന ഇസ്ലാം ശരിയായ ഇസ്ലാം അല്ല. ഈ പറഞ്ഞ IS മനസ്സിലാക്കിയതാണ് ശരിയായ ഇസ്ലാം എന്ന് ഇവരായിട്ട് പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ആ സ്ട്രോമാനെ ISന്റെ ഇസ്ലാമിനെ എന്തിട്ട് ഇവർ അടിച്ചില്ലാതാക്കും. അപ്പോൾ സ്ട്രോമാനെ, ആ വൈക്കോൽ മനുഷ്യനോട് ഭയങ്കരമായി യുദ്ധം ചെയ്ത് ജയിക്കുന്ന ധീരന്മാർ, ഇതാണ് ഇവരുടെ ഒരു സ്ഥിരം രീതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോമാനെ ഇസ്ലാമിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ കൃത്യമായ തത്വങ്ങളെയാണ് എതിർക്കേണ്ടത്. അല്ലാതെ ISന്റെ ഇസ്ലാമിനെ അവിടെ വെച്ചിട്ട് അതിനെ എതിർത്ത് അതിനോട് മറുപടി പറഞ്ഞിട്ട് കണ്ടോ ഞാൻ ഇസ്ലാമിനെ തോൽപ്പിച്ചു എന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മോട്ടിവേറ്റഡ് റീസണിങ്, അത് ആണ് ഇവരുടെ റീസണിങ്ങിൽ, ഇവരുടെ ലോജിക്കിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ മതം വിട്ടു, ഓക്കെ, ആ മതം വിട്ടതിനെ ന്യായീകരിക്കാൻ വേണ്ടതായ ഒരു നറേഷൻ ഇവരുണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം ഒരു പക്ഷേ വളരെ ജെന്യൂനായ ഇഷ്യൂസൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം ജീവിതത്തിൽ, കുടുംബാംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ചിലപ്പം മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ടും ഇവർ മനസ്സിലാക്കുന്ന മതം ഇസ്ലാം, അവരുടെ മതത്തെ ആയിരിക്കും ഇവർ എതിർക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ഇൻസെൻറ്റീവ് എന്തുണ്ടാവും, ഇതിന് ന്യായീകരിക്കാൻ അവർക്ക് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെയാണ് ഒരു അഡ്വേഴ്സറിയൽ റീസണിങ് അല്ല നമ്മൾ ഇത്തരം കണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാണ് ഇതെന്തായാലും തെറ്റായിരിക്കും, ഇതിലെന്താണ് തെറ്റ് എന്ന രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്. കുറ്റാന്വേഷണം അല്ല നടത്തേണ്ടത്, സത്യാന്വേഷണമാണ് നടത്തേണ്ടത് നമ്മൾ പറയാറുണ്ടല്ലോ. ആ രൂപത്തിൽ നമ്മുടെ അന്വേഷണങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ഇതര മതസ്ഥരായ ആളുകളുണ്ട് എന്ന് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അവരുടെ നിന്ന് കേട്ടു, നിങ്ങൾ എന്താണ് ഇസ്ലാമിൽ തെറ്റ് എന്നുള്ള, അല്ലെങ്കിൽ ഇതെന്തായാലും തെറ്റായിരിക്കുമെന്ന മുൻവിധിയോടുകൂടിയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അന്വേഷണം നടത്തേണ്ടത്. ഇതിൽ ശരി എന്താണ് എന്നതായിരിക്കണം. അവിടെ ശരിയായി പഠിക്കാനുള്ള ഒരു 6 മെത്തേഡുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, പ്രൈമറി സോഴ്സുകളിലേക്ക് പോവുക, ഖുർആൻ നേരിട്ട് വായിക്കുക. ഒന്നാമത്
ട്രാൻസ്ലേഷൻ അതിൻ്റെ പരിധികളുണ്ട് എന്നുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് വായിക്കേണ്ടത്. ഇതൊക്കെ വളരെ രസകരമാണ്. ഇത് ട്രാൻസ്ലേഷനിൽ ബ്രാക്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിൽ അള്ളാഹ്ക്ക് ബ്രാക്കറ്റ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റില്ല എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. എന്നത് മനസ്സിലാക്കുക, ഖുർആൻ അറബിയിലാണ് അല്ലേ, അറബിയിലാണ് അതിൻ്റെ അവതരണം. ബാക്കിയുള്ളവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. ട്രാൻസ്ലേഷനുകൾ അതിന് അവലംബാക്കാൻ പറ്റുന്ന വിവർത്തനങ്ങളാണ്. വിവർത്തനങ്ങളിൽ ഈ പരിഭാഷകൻ്റെ ഒരു പരിമിതി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനെ നേരിട്ട് തന്നെ വായിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഖുർആൻ മലയാളം എന്ന പേരിൽ അടിച്ചു നോക്കിയാൽ ഖുർആൻ മലയാളം തഫ്സീർ എന്നടിച്ചാൽ വിശദീകരണങ്ങളോടുകൂടി തന്നെ അതിൻ്റെ കണ്ടക്സ്റ്റ് അടക്കം വിശദീകരിക്കുന്ന ഖുർആൻ നമുക്ക് അവൈലബിൾ ആണ്. മൊബൈൽ ആപ്പുകളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് വായിക്കാം അല്ലേ, ഖുർആൻ നേരിട്ട് വായിക്കാം, ഹദീസുകൾ നേരിട്ട് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കുക. അല്ലാതെ അത് കേട്ടു അത് കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറേ ആരോപണം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് ശരി എന്നുള്ള ഒരു രീതിക്കപ്പുറത്തേക്ക് അത് അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാവുക. അതേപോലെ തന്നെ തഫ്സീറുകളെ അവലംബമാക്കുക അല്ലെ, ക്ലാസിക്കലായിട്ടുള്ള തഫ്സീറുകൾ കൃത്യമായി ഓരോന്നിൻ്റെയും സബബുൻ നുസൂൽ എന്താണ് എന്നുള്ളതടക്കം വിശദീകരിച്ചുകൊണ്ടുള്ള തഫ്സീറുകൾ കംപ്ലീറ്റ്ലി ഒരു നിലക്കുള്ള കുറ്റമറ്റതാണെന്നുള്ളതല്ല. ഖുർആനും ഹദീസും എന്ന് വെച്ചാൽ വഹിയാണ് കുറ്റമറ്റത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഖുർആനും ഹദീസും ഇജ്മാ ഖിയാസ് ഇതാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. സ്വാഭാവികമായിട്ടും അതിനെ വിശദീകരിക്കുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തഫ്സീറുകളെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടക്സ്റ്റുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുക. അതിലെന്തെങ്കിലും ചിലപ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് എറർ ഉണ്ടെങ്കിൽ മറ്റ് തഫ്സീറുകളായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് പഠനത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇരുവശങ്ങളും വായിക്കുക, പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. എഴുതി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു സീരിയസ് ആയിട്ട് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോ സംശയങ്ങളും എഴുതുക, അതിൻ്റെ മറുപടികൾ എന്താണെന്ന് കണ്ടെത്തുന്നതിനനുസരിച്ച് എഴുതി മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ നന്നാവും. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എന്നെ ഒരു സുഹൃത്ത് ബന്ധപ്പെട്ടു. നമ്മുടെ ചാനലൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു വിമർശനമായിട്ട് ബന്ധപ്പെട്ടു. അതായത് ഒരു വിമർശനം അവിടെ നിന്ന് ഉന്നയിക്കപ്പെട്ടു, നമ്മളതിന് മറുപടി പറഞ്ഞു. വീണ്ടും അവരും നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ലൈവും മറുപടി വീഡിയോകളൊക്കെ ഇട്ടൊരു വിഷയമാണ്. എന്നിട്ട് ചോദിച്ചു, അവർ നിങ്ങൾ നുണ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ അങ്ങനെ അവർ പറയുമല്ലോ, പ്രധാനമായിട്ട് ഇവരുടെ വീഡിയോകളുടെ കണ്ടൻറ്റിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ വിഷയം നോക്കിയിട്ടുണ്ടോ? ഞാൻ വിഷയം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായിരുന്നു നമ്മുടെ വിഷയം? ഇന്നതാണ് വിഷയം. ഈ വിഷയത്തിൽ അവരുന്നയിച്ച പോയിന്റുകൾ ഏതൊക്കെയാണ്? ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞോട്ട് ഇന്നതാണ്. ഞങ്ങൾ അതിന് മറുപടിയായിട്ട് ഇന്ന പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ കേട്ടിരുന്നോ? നിങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അല്ല, വീഡിയോസ് കാണാറുണ്ടോ എന്നല്ല, അവരുന്നയിച്ച പ്രധാനമായിട്ട് 4 പോയിന്റുകൾ, ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞ 4 പോയിന്റുകൾ, അതിന് ആ 4 പോയിന്റുകൾ റിഫ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? അല്ല, അങ്ങനെയല്ല, ഞാൻ മൊത്തത്തിൽ കേട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ നുണ പറയുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ നിങ്ങളെ കുറേ നുണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇതാണ് ചില ആൾക്കാരുടെ രീതി. ഇതാണ് എന്നുവെച്ചാൽ അവർ നോക്കുന്നത് വെച്ചാൽ കുറേ നുണ പറയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വ്യക്തിപരമായിട്ട് അയാൾ അതാണ്, ഉഡായിപ്പാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ കുറേ പരിഹാസ പദങ്ങളും അതേപോലെ തന്നെ അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കേട്ടിട്ട് ചില ആൾക്കാർ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നുണ ഉണ്ടാവുമായിരിക്കൂലേ എന്ന ഒരു ചിന്ത. അതിനപ്പുറത്തേക്ക് ഞാനതാ പറയുന്നത്, ഓക്കെ, ഇന്ന വിഷയത്തിൽ ഇന്നതാണ് ആരോപണം, ആ വിഷയത്തിൽ മറുഭാഗത്ത് നിന്ന് വന്ന റെസ്പോൺസ് ഇതാണ്, ഇതിനെന്തെങ്കിലും റെസ്പോൺസ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെ ഏതോ പെണ്ണിനെ സമീപിച്ചു എന്ന് പറയുന്ന ആ സാധനം ഓരോന്നെടുക്കുക. ഏതോ പെണ്ണിനെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ മോശം കാര്യമല്ലേ? ഓക്കെ, ഏതോ പെണ്ണിനെയാണോ? അപ്പോൾ ഇവിടുന്ന് മറുപടി വന്നു, ഏതോ പെണ്ണല്ല, നിക്കാഹ് ചെയ്ത സ്ത്രീയാണ്, എന്ന് വെച്ചാൽ ഭാര്യയാണ് എന്ന് പറയുന്നു. ഓക്കെ, ആ ഭാര്യയാണെന്നുള്ളതിന് റിഫ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഭാര്യയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നീടുള്ള മറുപടികൾ ഇല്ല, അവസാനം സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു പോയിന്റിൽ എന്താ കൺക്ലൂഷൻ? ആദ്യം പറഞ്ഞു ഏതോ പെണ്ണിനെ സമീപിച്ചു എന്ന് പറഞ്ഞ വിമർശനമാണ്, അതാണ് പ്രധാനം അല്ലേ? അതിൽ അവസാനം വന്ന് ചർച്ച ഒരു 2-3 ലൈവ് കഴിഞ്ഞപ്പം ഭാര്യയാണ് എന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇങ്ങനെ മറ്റൊരു കുറേ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ, പരിഹസിക്കുന്നുണ്ടല്ലോ, ട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, മറിച്ച് ഈ ഭാര്യയാണ് എന്ന് പറയുന്ന പോയിൻ്റാണ് അവിടെ കൺക്ലൂഡ് ചെയ്യപ്പെട്ടത്. അതിൽ ആരുടെ പോയിൻ്റാണ് യഥാർത്ഥത്തിൽ സത്യത്തോട് ചേർന്ന് നിൽക്കുന്നത്? ഇപ്പുറത്തെ ഭാഗത്തുള്ളതാണ്. അത് നമ്മൾ അക്നോളജ് ചെയ്യുക അല്ലേ? പിന്നെ രണ്ടാമത്തത്, അത് എന്നാൽ ഭാര്യയാണെങ്കിലും മുത്ആ കല്യാണമാണ്, അടുത്ത കളവർക്കാണ്. ഓക്കെ, മുത്ആ കല്യാണമാണോ? അതിന് തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ടോ? തെളിവ് ഉദ്ധരിച്ചത് എന്താണ്? അതിന് നമ്മൾ പറഞ്ഞ മറുപടി എന്താണ്? അതാണ് നോക്കേണ്ടത്. അല്ലാതെ അവിടെ നുണയെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അധിക്ഷേപിക്കുന്നുണ്ടല്ലോ, പരിഹസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു പോയിന്റിൽ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? ആ തഫ്സീർ നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അടുത്ത വിഷയം എടുക്കുക, ആ ഹദീസുകൾ ഏതൊക്കെയാണ്? ഹദീസുകൾ, ഈ ഹദീസിൽ അവരുദ്ധരിച്ച ഹദീസ് ഏതാണ്? അതേ സംഭവത്തെക്കുറിച്ചാണോ നമ്മൾ ഉദ്ധരിച്ച 4 ഹദീസുകൾ? നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഷറഹുകളുണ്ട് അല്ലേ? ഹദീസുകൾക്ക് ഷറഹുകളുണ്ട്. ആ ഷറഹുകൾ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് നോക്കാം.
അല്ലേ? ഇത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇനി ഓക്കെ, 2 കൂട്ടരുടെയും എഴുതി വെച്ചു. ഇനിയും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. നമുക്ക് വീണ്ടും പ്രൈമറി ടെക്സ്റ്റുകളിലേക്ക് പോകാം. ഈ 4 ഹദീസും എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം ശരിക്കും ഇവർ പറയുന്നത് പോലെ ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചതാണോ, അതല്ല സ്വന്തം ഭാര്യയുടെ അടുത്ത് പോയതിനെക്കുറിച്ചാണോ എന്നുള്ളത് നിങ്ങൾക്ക് പ്രൈമറി ടെക്സ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് നോക്കാം. ഇതൊന്നും ചെയ്യാതെ മറ്റൊരു കുറേ പരിഹസിക്കുന്നുണ്ടല്ലോ, 1 മണിക്കൂറുള്ള പരിഹാസ ലൈവ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് ശരിയായിരിക്കും എന്ന ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കൃത്യമായി വസ്തുനിഷ്ഠമായിട്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരു പ്രശ്നം കൂടി പറയാം. മറുഭാഗത്തുള്ളത് കംപ്ലീറ്റ്ലി ഇത് ഉപജീവനമാക്കി നടക്കുന്ന ആൾക്കാരാണ്. അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ പരിഹസിച്ച് ലൈവ് ഇടുക എന്നുള്ളതാണ് അവരുടെ പണി, അല്ലേ? ഇപ്പുറത്തെ ഭാഗത്തുള്ളത് നമ്മൾക്ക് നമ്മുടെ സമയത്തിന് ഒഴിവ് കിട്ടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാറുള്ളത്, അല്ലേ? അതിൽ കൃത്യമായി വസ്തുനിഷ്ഠമായി പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് നേരം ലൈവ് ഇടുന്നു, ഒരുപാട് പരിഹസിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. വസ്തുനിഷ്ഠമായിട്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ നോക്കേണ്ടത്. അതേപോലെ തന്നെ പണ്ഡിതരോട് ഈ വിഷയത്തിൽ ഏതൊരു വിഷയത്തിലും അതിൽ അറിവുള്ളവരോട് ചോദിക്കുക എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമല്ലേ, അല്ലേ? നിങ്ങൾക്ക് ഏതൊരു വിഷയവും ഇപ്പോൾ ഒരു സയൻസ് ൻ്റെ വിഷയത്തിലാണ് നിങ്ങൾക്ക് സംശയം എന്നുണ്ടെങ്കിൽ സയൻസ് പഠിച്ച ഒരാളോടല്ലേ നിങ്ങൾ അവലംബാക്കുക. അതേപോലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക വിഷയങ്ങളിൽ ധാരണയുള്ളവരോട് നിങ്ങൾ സംസാരിക്കുക. അത്തരക്കാരെ ആളുകളെ കൂടുതൽ അവലംബിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു വിഷയത്തിൽ ചെയ്യേണ്ടതാണ്. പഠനം നടത്തുമ്പോൾ ഏതെങ്കിലും ഷോർട്സും റീൽസും വെച്ചിട്ടല്ല നമ്മൾ നമ്മുടെ ഒരു തിയോളജിക്കൽ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത്. മറിച്ച് കൃത്യമായ വസ്തുനിഷ്ഠമായ പഠനങ്ങളിലൂടെ ആയിരിക്കണം. അതേപോലെ തന്നെ ഈ അൽഗോരിതം എക്കോ ചേംബർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ചില ആൾക്കാരൊക്കെ പിന്നെ ഈ കമൻ്റ് ഇടുന്ന കണ്ടിട്ടില്ലേ, 2030 ആകുമ്പോഴേക്ക് ഇസ്ലാം അവസാനിക്കും എന്നൊക്കെ. ഇത് മുമ്പുണ്ടായിരുന്നു. 2010 ഒരു എക്സ് മുസ്ലിം ഇട്ടത് 2019 ആകുമ്പോഴേക്ക് ഇസ്ലാം അവസാനിക്കുന്നതായിട്ട്. ഇങ്ങനെ ഓരോ അതിൻ്റെ വാലിഡിറ്റി ഇങ്ങനെ കൂടും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് വീഡിയോസ് കാണാമെന്ന് വിചാരിക്കുക, ഇത്തരക്കാരായ ആളുകളുടെ വീഡിയോസ് ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയുള്ള വീഡിയോസാണ് നമുക്ക് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലായിടത്തും ഇസ്ലാമിനെ വിമർശിക്കുന്ന വീഡിയോസ്. സംഭവം എന്താ വെച്ചാൽ നമ്മളത് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ഈ എക്കോ ചേംബറിൽ പെട്ടിട്ട് മറുപടിയില്ല അല്ലെങ്കിൽ ഇതിനൊന്നും റെസ്പോൺസ് ഇല്ല എന്ന് വിചാരിക്കുന്നതിന് പകരം കൃത്യമായി പഠിക്കാനും മറുപടികൾ കണ്ടെത്താനും ശ്രമിക്കുക എന്നുള്ളതാണ്. വൈറലായി എന്നുള്ളത് ഒരിക്കലും എന്തല്ല ഒരു കാര്യം ശരിയാണ് എന്നുള്ളതിൻ്റെ പിന്നെ മാനദണ്ഡമല്ല. വസ്തുനിഷ്ഠമായ പഠനമാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൺഫർമേഷൻ ബയാസ് അതില്ലാതെ എന്ത് ചെയ്യണം, ഇത്തരം വിഷയങ്ങളെ സമീപിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത്തരം അബദ്ധങ്ങളില്ലാതെ വിഷയങ്ങളെ സമീപിച്ചാൽ തീർച്ചയായും ഇത്തരം ആളുകളുടെ കണ്ടൻറ്റുകളൊക്കെ കുറച്ചുകൂടി നന്മക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു നന്മയുടെ സൈഡ് ഉണ്ടെന്ന് പറയാം. ഒരു ഭാഗത്ത് ഇത്തരക്കാരായ ആളുകളെ കൊണ്ട് വലിയ രൂപത്തിൽ വിദ്വേഷവും അതേപോലെ തന്നെ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. മറുഭാഗത്ത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത്തരം വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു കാരണമായി ഈ കണ്ടൻറ്റുകൾ മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ രൂപത്തിൽ സത്യാന്വേഷണത്തോടുകൂടി ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിമർശനം പോലും മറുപടിയില്ലാത്തതായിട്ടില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ ഫ്രീക്വൻസി കുറവായിരിക്കാം, അല്ലെങ്കിൽ മലയാളത്തിൽ അത് അവൈലബിൾ ആകുന്നതിൻ്റെ ഫ്രീക്വൻസി കുറവായിരിക്കാം എന്നുള്ളതല്ലാതെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിച്ച ഒരു വിമർശനത്തിന് പോലും മറുപടി പറയാത്തതായി ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധ്യം നമുക്കുണ്ടാവേണ്ടത്. അത് കേവലമായ മറുപടികളല്ല, കൃത്യമായ വസ്തുനിഷ്ഠമായ മറുപടികൾ. ഓരോ വിഷയവും അതിൻ്റെ കണ്ടക്സ്റ്റുകൾ വെച്ചുകൊണ്ട് അതിൻ്റെ തെളിവുകൾ വെച്ചുകൊണ്ട് കൃത്യമായി എല്ലാം ഡിബങ്ക്ഡാണ്. അതേ സാധനം വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുക, പല ഭാഷകളിലും പരിഹാസങ്ങളിലും ആവർത്തിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇവരൊന്നും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എത്രയോ വർഷങ്ങൾ, ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറുപടി പറഞ്ഞ കൃത്യമായി ക്ലാരിഫൈ ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോഴും ഇസ്ലാമിനെതിരെ വീണ്ടും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് വീഡിയോയും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവുമുള്ള ഇസ്ലാം എന്ന് പറയുന്ന അതിമഹത്തായ ആദർശവും അതൊരിക്കലും തുലനം ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളത് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ ശ്രമിച്ചാൽ, പ്രൈമറി ടെക്സ്റ്റുകളിലേക്ക് പോയി ക്ലാസിക്കൽ സ്കോളേഴ്സിലേക്ക് പോയിക്കൊണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ അത് കൂടുതൽ പഠിക്കാനും അറിയാനും അത് ബോധ്യപ്പെടാനുമുള്ള ഒരു അവസരങ്ങളായി ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം വിഷയങ്ങൾ കൂടുതലായി നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോകളിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.